കുറച്ച് മുൻപ് ലൈവില് ആദില, നൂറ, ശൈത്യ, റെന പിന്നെ കൂട്ടത്തിൽ ഷാരികയുണ്ട്. ഇവര് അനുവിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അനുവിലേക്ക് എത്തിയതാണ്. ആദില പറയുന്നു അനുവിന് അറിയണം ആരാണ് കപ്പ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം ശൈത്യ പറയുന്നുണ്ട് അത് മറിഞ്ഞിട്ടുണ്ടോ വോട്ട് എന്ന് അറിയാനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. കാരണം പുള്ളിക്കാരിക്ക് അതൊക്കെ അറിയാമല്ലോ എന്ന്. അങ്ങനെ അനീഷിന്റെ ഇഷ്ടം പറഞ്ഞ സമയത്തുള്ള കാര്യങ്ങൾ ആദില മറ്റുള്ളവരോട് പറയാണ്. അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്ത ദിവസം ആദില, നൂറ, അനു തെറ്റിയിട്ടിരിക്കുകയായിരുന്നു. സാധാരണ ആദിലയാണ് അനുവിന്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാറ്. അന്നത്തെ ദിവസം അനു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദില കുളിച്ചിറങ്ങുമ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഈ കാര്യം പറഞ്ഞു, അനീഷേട്ടൻ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നുള്ളത്. അതിനുശേഷം ആദില അനുവിനോട് ചോദിച്ചു, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ നീ എന്നോട് മിണ്ടിയതെന്ന് ചോദിച്ചപ്പോൾ അനു അറിയാതെ അത് സമ്മതിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അനീഷിനോട് ബ്രദർലി ഫീലിംഗ് മാത്രമാണ് അനുവിനുള്ളത് പറയാൻ ആദില അനുവിനോട് പറയുന്നു. അപ്പോൾ അനുവിന്റെ ഉത്തരം എന്തായിരുന്നു എന്ന് വെച്ചാൽ അനീഷ് ആർമിയെ പേടിയാണെന്നാണ്. പിന്നെ പുള്ളിക്കാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുവിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദിലയ്ക്കും നൂറയ്ക്കും അനുവിന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പും ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടു കൂട്ടരും ബിഗ് ബോസ് ഹൗസിൽ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് ഇത്രയും ദിവസത്തെ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ആദിലയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടാൻ പറ്റാത്ത ഒരാളാണ്. അതുപോലെ അനു ഇന്നലെ പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന്. അപ്പൊ എല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്ത് തന്നെയായാലും അർഹിക്കുന്ന ഒരാൾ തന്നെ വിജയിയാവട്ടെ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.